അങ്ങനെ പുതിയൊരു വ്ളോഗ് വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്യുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത എടുക്കുന്ന ഒരു വ്ളോഗ്. കാരണം പോകുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇട്ടിട്ട് കാര്യമുള്ളൂ. സോ അപ്പം നമ്മൾ പോകുന്നു അഹമ്മദാബാദിലേക്ക്. ഇപ്പോൾ നമ്മുടെ ക്യാബ് വന്നിരിക്കുകയാണ്. നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് യാത്രയാകാം. അങ്ങനെ നമ്മൾ എയർപോർട്ടിനകത്ത് ടെർമിനൽ 1 എത്തിയിരിക്കുകയാണ്. നമുക്ക് ലഗേജൊക്കെ കൊടുത്ത് നേരെ ബോർഡ് ചെയ്യാനായിട്ട് പോവാം. നമ്മൾ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് നേരെ ബോർഡിംഗ് ഗേറ്റിന് അങ്ങോട്ട് പോവാണ്. ബോർഡിംഗ് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ബോർഡിംഗ് ടൈമായി. ബോർഡിംഗ് സ്റ്റാർട്ടായെന്ന് അവിടെ ചെന്നിട്ട് നോക്കാം. മിക്കവാറും ലേറ്റ് ആയിരിക്കും. കൃത്യം പോലെ തന്നെ ബോർഡിംഗ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ബോർഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. അങ്ങനെ നമ്മൾ അഹമ്മദാബാദ് എത്തിയിരിക്കുകയാണ്. സമയം 4 മണി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ പെട്ടി കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് പുറത്തേക്ക് പോകാം. ഹോട്ടലിലെത്തി നമ്മൾ നേരെ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോകണം. അയ്യോ ലിഫ്റ്റ് പോയി. ഒരു പ്രാവശ്യം ലിഫ്റ്റ് തുറന്ന് തുറന്നു. യെസ്, നമുക്കിനി ഈ റൂമിലേക്ക് പോകാനാണ്. നമ്മുടെ റൂം അത്യാവശ്യം തരക്കേടില്ലാത്തൊരു നല്ല റൂം. ഇവിടെ ബാത്റൂം. അപ്പം ഇനി റെസ്റ്റ് എടുക്കാം നമുക്ക് കുറച്ച് നേരം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട് നമുക്ക് നമ്മളെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി ഡിന്നർ കഴിക്കാൻ പോകുന്നു. ഫുഡ് എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഫുഡ് കൊണ്ടുവന്നിടത്തോട് നല്ല ഫുഡ് കഴിക്കാനായിട്ട് ഇനി ഡിന്നറിന് പോകും. നമുക്ക് പോകാനുള്ള ഓട്ടോ വന്നിരിക്കുകയാണ്. നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ പോവാം. നമ്മുടെ ഫ്രണ്ട് എവിടെയോ ഒരു കടയിൽ നഹരിയോ എന്തൊക്കെയോ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ മുമ്പ് നഹരിയൊക്കെ ഹൈദരാബാദിൽ പോയപ്പോൾ കഴിച്ചതായി ഓർക്കുന്നു. ഇവിടെയൊക്കെ ഒരു മഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒക്കെയാണ്. അപ്പം അവിടെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ കയറി നമ്മുടെ സ്ഥലമൊക്കെ പോലെ തന്നെ. പിന്നെ കുറച്ച് ഹൈവേ ഒക്കെ കുറച്ചുകൂടെ അടിപൊളിയാണെന്നേ ഉള്ളൂ. So this is buff, okay, buff keema, okay, nihari, okay, mutton. This is also mutton. അപ്പോൾ ഇത് ബീഫ് കീമ, പിന്നെ ഇവിടെ മട്ടൻ നഹരി. Berlimpah. നല്ല പോത്തിൻ്റെ മാംസമുള്ള നഹരി. ഒന്നുമില്ല, ജസ്റ്റ് മുട്ടുകാല് സൂപ്പ് പോലത്തെ ഒരു സാധനമാണ്. സൂപ്പാണ് അത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ്. ഇനി കിടന്നുറച്ചിട്ട് നാളെ രാവിലെ കഴിക്കാം. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി കിടന്നുറങ്ങാം. നാളെ രാവിലെ പരിപാടികളുണ്ട്, നമുക്ക് പണിയുണ്ട്. സോ അതെല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം. അങ്ങനെ നമ്മൾ അടുത്ത ദിവസത്തെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കൂടെ 2 പേരുണ്ട്. നമ്മൾ അഹമ്മദാബാദിൻ്റെ തെരുവുകളിലല്ല, ഓട്ടോ ഇറങ്ങിയിട്ട് റോഡിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ കടയിലോട്ട് നടക്കുവാണ്. ഇവരിവിടെ വന്നപ്പോൾ അഹമ്മദാബാദ് വന്നപ്പോഴൊക്കെ പിടിച്ചിട്ടുള്ളതൊരു സ്ട്രീറ്റ് ഫുഡ് വൈബാണ്. പക്ഷേ ഇന്ന് പുള്ളി കുറച്ച് വേറെയാണ് കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് നോക്കാം. ഇതേതോ അത്യാവശ്യം ഒരു നൈസ് റെസ്റ്റോറൻറ്റ് പരിപാടിയാണ് പിടിക്കുന്നത്. ഓ യെസ് ഷാജി. നമ്മൾ അഹമ്മദാബാദ് ഫുഡിൻ്റെ 2 തലങ്ങളിലേക്കാണ്. ഭയങ്കര ഇതായിട്ട് ഇന്നലെ ടിപ്പിക്കൽ ഒരു സ്ട്രീറ്റ് ഫുഡ് കഴിച്ചതായിരുന്നു. നമ്മൾ നല്ലൊരു ഫൈൻ ഡൈനിങ് പരിപാടിയാണ്. എന്ത് ഓർഡർ ചെയ്യണമെന്ന് സ്റ്റിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. താഴെ പോയാലും നമുക്ക് നമ്മുടെ നേരോട്ട്
പെരി പെരി. അപ്പം നമുക്ക് ആദ്യം ഓർഡർ ചെയ്ത പെരി പെരി ചിക്കൻ വന്നിരിക്കുകയാണ്. Nice, bro. ചിക്കന് പുറമെ നമുക്കിപ്പോൾ തന്നെ പ്രോൺസ് വന്നിരിക്കുകയാണ്. അതിൻ്റെ അവസാനമായി കുറച്ച് ജ്യൂസ് കുടിച്ച് നമുക്ക് അങ്ങനെ വിഭവസമൃദ്ധമായ ഒരു വലിയ ഫുഡടിക്ക് ശേഷം തിരിച്ചിനി റൂമിലേക്ക് പോയിട്ട് കിടന്നുറങ്ങും. അപ്പോൾ നമ്മൾ പണിയായിട്ട് ഗുജറാത്തിൽ വന്നുകൊണ്ട് തന്നെ, അഹമ്മദാബാദ് വന്നുകൊണ്ട് തന്നെ വെറും ഫുഡടി മാത്രമല്ല പണിയും ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പരിപാടികൾക്ക് പോയി, പിന്നെ അത് കഴിഞ്ഞ് അത് ലഞ്ച് കഴിച്ചു. അപ്പോൾ അതും എല്ലാം കഴിഞ്ഞപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ സമയമുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിലെ ജിമ്മിൽ വന്നിരിക്കുകയാണ്. വലിയ സെറ്റപ്പൊന്നുമില്ലൊരു ചെറിയൊരു ജിമ്മ്. എന്താ പറയുക, കുറച്ച് വെയിറ്റും വളരെ കുറച്ച് മെഷീനും 2 ട്രെഡ്മില്ലും ഒക്കെ ഉള്ളൊരു ജിമ്മ്. അപ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം ഈ വ്ളോഗ് ഒരു ഫുഡ് വ്ളോഗ് മാത്രമായി ഒതുങ്ങാനാണ് സാധ്യതയല്ല അങ്ങനെ വരും. കാരണം ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ മാത്രമേ വീഡിയോ എടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ വർക്കൗട്ടും കുളിയെല്ലാം കഴിഞ്ഞിട്ട് അടുത്തുള്ള ഒരു കടയിൽ കയറാമെന്ന് പറഞ്ഞാൽ അടുത്തൊരു കടയിൽ നോക്കിയപ്പോൾ ഒരു വെജ് റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ നമ്മൾ ഗുജറാത്തി താലി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് എന്തൊക്കെയാണ് കഴിച്ചത്, ഞാനിവിടെ കഴിച്ചതെന്നൊക്കെ മാത്രം ഈ വീഡിയോയിൽ കാണും. ജസ്റ്റ് ഗുജറാത്തി ഫുഡ് കാണും. അപ്പോൾ ഓക്കെ. ഇത് കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം വന്നിരിക്കുകയാണ്. കുറേ കറികൾ, ഒരു ചെറിയ സമൂസ, ഡോക്ല, പപ്പടം, പാപ്പഡ്, പിന്നെ 2 ചപ്പാത്തി. ഇതെന്താണ്, ഒരു കുട്ടി ചപ്പാത്തി. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. എവിടെ നിന്ന് തുടങ്ങും എന്നറിയില്ല, കുറേ ഉണ്ട്. പപ്പടം കഴിച്ച് തുടങ്ങാം. ആദ്യമായി കടിച്ച പപ്പടം മാറ്റി വെച്ച് ചെറിയൊരു ചപ്പാത്തി, എന്തൊരു നെയ്യ്, രാമേശ്വരനൊക്കെ കാണത്തില്ല ട്രൈ ചെയ്യും. ഇതെടുത്തിട്ട് കിസ്കെ സാത്ത് ഖാവും. हाँ ഇത് മറ്റേ സദ്യക്കൊക്കെ സാധനം കൊണ്ടിരുന്നല്ല ഇങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അച്ചാർ വേണോ, അവിയൽ വേണോ, അവിയല്ല ഡോക്ല വേണോ, പൂരി വേണോ. കർണാടക സാമ്പാർ അല്ല, ഉടുപ്പി സാമ്പാർ പോലെ കേട്ടോ. ഇവിടുത്തെ ദാല് മധുര. നമ്മുടെ പരിപ്പാണല്ലേ, അതാണല്ലോ നമ്മുടെ പരിപ്പ് കറി. ഇത് ദാൽ കറി, വ്യത്യാസമുണ്ട്. നാട്ടിൽ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് മാംഗോ ജ്യൂസ് കഴിക്കും. ഇവിടെ നമുക്ക് ഫുഡിൻ്റെ കൂട്ടത്തിൽ തന്നെ അവരാമരസം ഇതാ മറ്റേ നമ്മുടെ തിക്ക് മാംഗോ ഷേക്ക് പോലെ. മധുരം മാത്രം ഒരു പ്രശ്നം, വേറെ ഒരു പ്രശ്നമില്ല. അങ്ങനെയുള്ള കറി വെച്ച് കഴിച്ച് തീർക്കാൻ വേണ്ടി നമുക്ക് കുറേശ്ശെ എടുക്കുമ്പോൾ ഇവർ പിന്നെ കറി കൊണ്ടുവരാം. അതുകൊണ്ട് അവർ വന്ന് ഞാൻ പിന്നെ കുറേ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി പോലത്തെ സാധനം എടുത്തു. എന്നിട്ട് വന്നിട്ട് വേറെ വീട്ടിൽ വരും. ടോക്കിലൊക്കെ പിന്നെ കൊണ്ടുവരുന്നത്. അങ്ങനെ റൈസ് തിരിച്ച് വീണ്ടും വന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാ സാധനവും പിന്നെ വന്നു. ചോറ് മാത്രം വന്നില്ല. ഇപ്പോൾ ചോറ് ചെയ്യാൻ വേണ്ടി. അയ്യോ, എൻ്റെ വയറ് നിറഞ്ഞു. എനിക്ക്
ഇവർക്ക് ഐ കോണ്ടാക്ട് കൊടുക്കാൻ പേടി ആർക്കെങ്കിലും. ഐ കോണ്ടാക്ട് കൊടുത്തവർ ആ സാധനം ചിലപ്പോൾ പാത്രത്തിൽ കൊണ്ടിടും. എനിക്ക് വയ്യനും കഴിക്കുക. ഹോട്ടലിൻ്റെ പേരാണ് അതിഥി. അപ്പോൾ അതിഥിന്ന് നമ്മുടെ മേശപ്പുറത്തോണ്ട് വെച്ചത്. നമ്മൾ അതിഥികളാണ്, അതുകൊണ്ട് പൈസ ഒന്നും വേണ്ടെന്നാണ് തോന്നുന്നത്. അത് നല്ലൊരു പരിപാടിയാണ്. ഇവർ ഈ കറിക്കെല്ലാം മധുരമിട്ട് അതിൻ്റെ ഇരട്ടി മധുരമാണ് ഈ ആംബ്രസിനകത്ത് ഇട്ടേക്കണത്. അയ്യോ, കുടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബോധം പോയനെ മധുരം കൂടിയിട്ട്. ഞാൻ ഹൈ ആണ് ഗൈസ്. മാംഗോ ജ്യൂസ് അല്ല, ആംബ്രസ് കുടിച്ച് അയ്യോ ആംബ്രസ് ഹൈ ആയിപ്പോയി. ഞാൻ കഴിച്ച് മുഴുവിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ മറുപടി പറയുവാനാകാതെ ആ പാത്രം ഉപേക്ഷിച്ച് ഞാനിവിടെ പോവുകയാണ് കൈ കഴുകാൻ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി. മഴയായല്ലോ, അതുകൊണ്ട് നമ്മളൊന്ന് സൈഡിൽ കയറിയുന്നു. വയറ് ഭയങ്കര ഫുള്ളായിപ്പോയി. എന്നാലും നമുക്ക് കുറച്ച് ചായ കുടിക്കാം. ദർ ഇസ് ഓൾവേസ് സം സ്പേസ് ഫോർ എ ചായ. നേരം പുലർന്നിരിക്കുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. നമുക്ക് ചിക്കൻ സോസേജ് ഉണ്ട്, രണ്ട് പാൻ കേക്ക് ഉണ്ട്, പിന്നെ ഞാൻ ഓംലെറ്റ് വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. സോ ഐ ആം ദ ബാക്ക്. ഞാൻ ഇപ്പോൾ ഇന്നത്തെ വേലയും കൂലിയും പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലെത്തിയപ്പോൾ എന്നാൽ സ്നാക്സ് ആയിട്ട് എന്തായാലും കഴിക്കാൻ പോകാം എന്ന് നമ്മൾ ചുമ്മാ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എനിക്കറിയാം ഈ വ്ളോഗിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുഡ് തന്നെ, അപ്പോൾ പിന്നെ എന്തായാലും കഴിക്കുന്നത്. അപ്പോൾ സ്നാക്സും കാണിച്ചേക്കാം, അല്ല അതൊന്നുമില്ല. നാളെയും കൂടെ ഉള്ളൂ. നാളെ ചെക്കൗട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞ് വൈകിട്ട് ഫ്ലൈറ്റ്, രാത്രി ബാംഗ്ലൂർ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് കുറച്ച് സമോസ ചാട്ട് കഴിക്കാൻ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പാനിപൂരിയാണ്. 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു മാംഗോ മിൽക്ക് ഷേക്കിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയ പർപ്പസ് നിറവേറിയിരിക്കുകയാണ്. മാംഗോ മിൽക്ക് ഷേക്ക്. മാംഗോ കുറവാണ്. യാത്രയിൽ അഹമ്മദാബാദിലെ ലാസ്റ്റ് രാത്രി. നാളെ നമ്മൾ വൈകിട്ട് ബാംഗ്ലൂർക്ക് പോകും. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് നമ്മൾ താബിഷിൽ കൊണ്ടുവന്നിരിക്കുന്നത് മാജിക് മസാല എന്ന് പറയുന്ന കടയിലാണ്. അൽഫാം വന്നിരിക്കുകയാണ്. സ്പെഷ്യൽ അൽഫാം. ക്രീമൊക്കെ ഒഴിച്ച ഒരു അൽഫാം. കബൂസിൻ്റെ കൂടെ ഞാൻ എപ്പോഴത്തെയും പോലെ ഒരു ഞായറാഴ്ച പുലർന്ന് തിങ്കളാഴ്ച ആവുന്നതുപോലെ അവസാന വെള്ളിയാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച നമ്മൾ അഹമ്മദാബാദിനെ വിട പറഞ്ഞുകൊണ്ട് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകും. ഈ ബാഗ് കൊടുക്കാൻ പോകും. അപ്പോൾ നമ്മൾ നേരത്തെ എയർപോർട്ടിൽ എത്തിയിരിക്കണം. അതുകൊണ്ട് ഫുഡ് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഫ്ലൈറ്റിൻ്റെയും ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ KFC കഴിച്ചിട്ട് പോകും.